എന്തുകൊണ്ടാണ് ലീഗിനെയോ കോൺഗ്രസിനെയോ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയോ പറയാതെ കമ്മ്യൂണിസത്തെ പറയുന്നു എന്നതിൻ്റെ ഉത്തരം കമ്മ്യൂണിസ്റ്റ് നേതാവായ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 2015 മുതൽ 22 വരെ മരണപ്പെടുന്നതുവരെ അദ്ദേഹം CPIM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായിരുന്നു അദ്ദേഹം വീട്ടിൽ വെച്ചോ മറ്റോ പറഞ്ഞതല്ല, പത്രസമ്മേളനത്തിൽ എന്താണ് കമ്മ്യൂണിസം, ആരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കാണുക. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം തന്നെ നൽകുന്നതാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. പൊതുവിൽ ആരാധനാലയങ്ങളിൽ ആൾ പോകുന്നു, ഉത്സവത്തിന് പോകുന്നു, അതൊന്നും ഇപ്പോൾ പാർട്ടി തടഞ്ഞിട്ടില്ല. ആരാധനാലയങ്ങളുള്ള സമീപനം നിഷേധാത്മകമായ നിലപാടല്ല. പക്ഷേ പാർട്ടി മെമ്പർമാർ അവർക്കത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കേട്ടല്ലോ, ആരാധനാലയങ്ങളിൽ പോകുന്നതിനെയും ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിനെയും നിലവിൽ പാർട്ടി തടഞ്ഞിട്ടില്ല. വളരെ വലിയൊരു ഔദാര്യമായിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതേസമയത്ത് പാർട്ടി മെമ്പർമാർ അവർക്ക് ആ നിലക്കുള്ള ഉത്സവങ്ങളിൽ പോകാനോ ആരാധനാലയങ്ങളിൽ പോകാനോ പാടില്ല എന്നാണ് പറയുന്നത്. ബാക്കി കേൾക്കുക. പാർട്ടി മെമ്പർമാർ പാർട്ടി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അവർ മാത്രമാണ് ആരാധനാലയങ്ങളുടെ ഭാരവാഹികളാകാൻ പാടില്ല. പാർട്ടി അനുഭാവികളാരെങ്കിലും ആകുന്നത് ഞങ്ങൾ തടയുന്നില്ല. അപ്പോൾ പാർട്ടിയുടെ അനുഭാവികളെ ഞങ്ങൾ തടയുകയില്ല, പക്ഷേ പാർട്ടി മെമ്പർമാർ ആരാധനാലയങ്ങളിൽ പോകുവാൻ പാടില്ല. ശ്രദ്ധിക്കുക, കേൾക്കുക. ഇനിയും ഒരാൾ വിശ്വാസമായ ഒരാൾ വിശ്വാസിയാണോ അല്ലോ എന്ന് ചോദിച്ച് ഭരണഘടനയിൽ ചോദിച്ചിട്ടല്ല പാർട്ടി മെമ്പർഷിപ്പിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ ആളായിട്ട് മാറണം. അത് പാർട്ടിയിൽ വന്നതിന് ശേഷം വരുന്നൊരു കാര്യമാണ്. നോക്കൂ, പാർട്ടിയിലേക്ക് കയറുമ്പോൾ അവരുടെ മതം ചോദിക്കുകയില്ല, പക്ഷേ പാർട്ടി മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ അവർ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അംഗീകരിക്കണമെന്നാണ്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമല്ല പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്, ആ നിലക്കുള്ള നിരീശ്വരവാദം, ദൈവമില്ല എന്ന വാദം പാർട്ടി മെമ്പർമാർ അംഗീകരിക്കണം. ഇനിയും കേൾക്കുക. പാർട്ടി മെമ്പർമാരും ജാതിമത സംഘടനകളിൽ പ്രവർത്തിക്കാൻ പാടില്ല. പരിശോധനയിൽ ചില സ്ഥലത്തെങ്കിലും ചില പാർട്ടി മെമ്പർമാർ ഇത്തരത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം സഖാക്കളോട് അത് സംഘടനകളുമായുള്ള ബന്ധം പാർട്ടി മെമ്പർമാർ എന്നുള്ള നിലയിൽ ബന്ധപ്പെടാൻ പാടില്ല എന്നത് കർശനമായി നടപ്പിലാക്കും. നോക്കൂ, പാർട്ടി മെമ്പർമാരിൽ പലരും പലയിടങ്ങളിലും ആരാധനാലയങ്ങളിലും മറ്റും അതിൻ്റേതായ മെമ്പർമാരായി തുടരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കർശനമായി അവരോട് പാർട്ടി മെമ്പർമാർ ഒരിക്കലും അത്തരത്തിലുള്ള മത ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മെമ്പർമാരാവാനോ സഹകരിക്കാനോ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകും എന്നാണ്. ഇനിയും കേൾക്കാം. ഇത്തരത്തിൽ പാർട്ടി സഖാക്കളെ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയെങ്കിലും കുറേയധികം സഖാക്കളുള്ള മെമ്പർമാരുള്ള പാർട്ടിയാക്കിയിട്ട് മാറ്റിയാൽ പോരാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായൊരു പാർട്ടിയാണ്. ആ വ്യത്യസ്തത പ്രവർത്തനത്തിൽ കാണാൻ കഴിയണം ജനങ്ങൾക്ക്. കേട്ടല്ലോ, എന്തുകൊണ്ട് ലീഗിനെ പറയുന്നില്ല, എന്തുകൊണ്ട് കോൺഗ്രസിനെ പറയുന്നില്ല എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കോടിയേരി ബാലകൃഷ്ണൻ നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മറ്റു പ്രസ്ഥാനങ്ങളെപ്പോലെയല്ല. കുറേ മെമ്പർമാർ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കമ്മ്യൂണിസത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം.